നോമ്പ് ചിന്ത 15-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. വിശ്വാസം വിറ്റഴിക്കുന്നവർ. കഴിഞ്ഞ ദിവസം നേരത്തെ പരിചയമുള്ള ഒരു കച്ചവടക്കാരനെ കണ്ടു. നെറ്റിയിൽ കളഭവും മറ്റും ചാർത്തിയിട്ടുണ്ട്. ക്രൈസ്തവനായിരുന്ന ഇദ്ദേഹം മതം മാറിയോ എന്ന് തോന്നിപ്പോയി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ആൾ മതം മാറിയിട്ടൊന്നുമില്ല. കടയിലെ ചില സാധനങ്ങൾ വിറ്റുപോകാനുള്ള പുള്ളിക്കാരൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ കുറിയിട്ടു നിൽക്കൽ. അയാളെ ഒന്നുകൂടി നോക്കിയ എനിക്ക് ചിരിയാണ് വന്നത്, ഒപ്പം സഹതാപവും. പണമുണ്ടാക്കാൻ മനുഷ്യൻ എന്തൊക്കെ നാടകങ്ങളാണ് നടത്തുന്നത്. ഭൗതിക നേട്ടത്തിന് വേണ്ടി സ്വന്തം വിശ്വാസത്തെ പോലും മറച്ചു വെക്കുവാനോ തള്ളിപ്പറയുവാനോ ചിലർ മടിക്കുന്നില്ല. മത്തായി 4:8 ഈശോയെ പിശാച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും അധികാര സ്ഥാനങ്ങളും ഭ്രമിപ്പിക്കുന്ന എല്ലാ ഇടങ്ങളും ഒരുമിച്ച് കാണിക്കുന്ന രംഗമുണ്ട്. എന്നിട്ട് പറയുന്നു, ഇതിൻ്റെ മഹത്വമെല്ലാം നിനക്കു ഞാൻ തരാം, ഒരു വ്യവസ്ഥ മാത്രം, നീ സാഷ്ടാംഗം വീണ് എന്നെ ആരാധിക്കണം. യേശു തൽക്ഷണം അവനെ പ്രതിരോധിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നതിനെ പലപ്പോഴും ഭൗതിക നേട്ടത്തിന് വേണ്ടി തള്ളിപ്പറയുന്നവർ, ഉള്ളിൽ വിശ്വാസമില്ലെങ്കിലും തന്നെ വിറ്റഴിക്കുവാനും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുവാനും വേണ്ടി വേഷം കെട്ടുന്നവർ, വിശ്വാസമില്ലെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വിശ്വാസിയെന്ന് നടിച്ച് ഉൽപ്പന്നം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെ പലരെയും കാണാം. പല നിരീശ്വരവാദികളും അടിസ്ഥാനപരമായ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പൊതുസമൂഹത്തിൽ മാക്സിമം വിറ്റഴിക്കാൻ എടുക്കുന്ന നിലപാട് മാത്രമാണ് അവരുടെ നിരീശ്വരവാദമെന്ന് തോന്നിപ്പോകും. സെലിബ്രിറ്റികൾ പലപ്പോഴും തങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നത് പ്രവർത്തിക്കുന്ന മേഖലയിൽ പൊതുസമൂഹത്തിൽ ചില വിഭാഗങ്ങളുടെ പിന്തുണയും സ്വീകാര്യതയും സ്വന്തമാക്കാനാണ്. എന്നാൽ ലോകത്തിൻ്റെ മഹത്വം നേടാൻ അവർ കൈവിടുന്നത് സ്വന്തം ആത്മാവിൻ്റെ വില തന്നെ. ഇത് വലിയവരിൽ മാത്രമല്ല, ചെറിയവരിലും കാണാം. വിശ്വാസത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഈശോ നൽകിയിട്ടുള്ളത്. സ്നാപക യോഹന്നാന്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞതും ഇതേ അർത്ഥത്തിലാണ്. നൽകപ്പെട്ട വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പരിപോഷണത്തിനായി ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ സാരമില്ല എന്ന് കരുതിയവരുടെ ചരിത്രങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കണം. അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ നീണ്ട നിരയാണ് വിശ്വാസികളുടെ ആസ്തിയും ആവേശവും. വിശ്വാസത്തിനെതിരെയുള്ള പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് കരുത്തേകട്ടെ.